നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും തേജോവധം ചെയ്യുന്നതാണ് RSS മുഖമാസികയായ കേസരിയുടെ നിലപാടെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. നെഹ്റു കുടുംബത്തോടുള്ള നരേന്ദ്രമോദിയുടെ അസഹിഷ്ണുതയാണ് ഇതിന് പിന്നിലെന്നും സുധീരൻ കുറ്റപ്പെടുത്തി. ഗോഡ്സെയെ കൊല്ലേണ്ടിയിരുന്നത് ഗാന്ധിജിയെ അല്ല നെഹ്റുവിനെ ആയിരുന്നു എന്ന ധ്വനിയുള്ള ലേഖനമാണ് RSS മുഖവാരികയിൽ പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യ വിഭജനവും ഗാന്ധിവധവും അടക്കമുള്ള എല്ലാ ദേശീയ ദുരന്തങ്ങൾക്കും കാരണം നെഹ്റുവിന്റെ സ്വാർത്ഥതയാണെന്നാണ് ഗാന്ധിജിയെ പിന്നിൽ നിന്ന് കുത്തിയവർ എന്ന പേരിലെഴുതിയ ലേഖനത്തിൽ പറയുന്നത്. വിഭജനത്തിന് മുൻപുള്ള ചരിത്രരേഖകൾ പരിശോധിച്ച് ഗോഡ്സെയുടെ ഉന്നം തെറ്റിപ്പോയോ എന്ന് ചരിത്ര വിദ്യാർത്ഥികൾ വിലയിരുത്തിയാൽ അത് നിഷേധിക്കാൻ കഴിയില്ല. വിശ്വനേതാവാകാൻ ശ്രമിച്ച നെഹ്റുവിന് ചർച്ചിലിനോടും റൂസ്വെൽറ്റിനോടും ചിയാങ് കൈഷക്കിനോടും ഉണ്ടായിരുന്ന ആദരവ് ഗാന്ധിജിയോട് ഉണ്ടായിരുന്നില്ല. ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തെ നെഹ്റു എതിർക്കുകയാണ് ചെയ്തത്. 1942 ഏപ്രിൽ 26 ഹരിജനിൽ നെഹ്റുവിന്റെ ബ്രിട്ടീഷ് അനുകൂല നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് ഗാന്ധിജി എഴുതിയത് ഇതിനുള്ള തെളിവാണെന്നും ലേഖനം പറയുന്നു. രാജ്യത്തെ വിഭജിക്കാതിരിക്കാനുള്ള അവസാന ശ്രമവും നെഹ്റുവാണ് പരാജയപ്പെടുത്തിയത്. അവസാനവട്ട സ്വാതന്ത്ര്യ ചർച്ചകളിൽ നിന്ന് ഗാന്ധിജിയെ നെഹ്റു ഒഴിവാക്കുകയാണ് ചെയ്തത്. ഗാന്ധിജിയുടെ പേരും തൊപ്പിയും ഖദറുമാണ് നെഹ്റുവിന് വേണ്ടിയിരുന്നത്. ഗോഡ്സെ നെഹ്റുവിനേക്കാൾ എത്രയോ ഭേദമായിരുന്നുവെന്നും ലേഖനം അഭിപ്രായപ്പെടുന്നുണ്ട്. മുന്നിൽ നിന്ന് വണങ്ങിയാണ് ഗോഡ്സെ ഗാന്ധിജിക്ക് നേരെ നിറയൊഴിച്ചത്. എന്നാൽ നെഹ്റു പിന്നിൽ നിന്ന് കുത്തുകയാണ് ചെയ്തതെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഗോപാലകൃഷ്ണൻ ലേഖകനും BJP നേതാവുമാണ് അദ്ദേഹം. ഒപ്പം PM സുരേഷ് ബാബു കോൺഗ്രസ് നേതാവ്, VT ബൽറാം MLA ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പമുണ്ട്. ആദ്യം ശ്രീ ഗോപാലകൃഷ്ണൻ, വധിച്ചതിൽ ഉന്നം തെറ്റിപ്പോയോ എന്ന് ചരിത്ര അന്വേഷികൾക്ക് സംശയം തോന്നിയാൽ അല്ലെങ്കിൽ അവർ ആശങ്കപ്പെട്ടാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല എന്നാണ് താങ്കളുടെ ലേഖനത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് പറയുന്നത്. അതായത് രണ്ടിലൊരാളെ എന്തായാലും വധിക്കണമായിരുന്നു, അതിൽ ഉന്നം തെറ്റിപ്പോയോ എന്ന കാര്യത്തിൽ മാത്രമേ RSS മുഖമാസികയ്ക്ക് സംശയമുള്ളൂ എന്നല്ലേ? ഇതൊരു ചരിത്ര വിശകലനമാണ്. ചരിത്ര വിശകലനത്തിൽ നടന്നുപോയ ഒരു സംഭവത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന സമയത്ത് ആ വിശകലനത്തിൻ്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്തപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നിർഭാഗ്യവശാൽ ഗാന്ധിജി വധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? വധിക്കപ്പെട്ടത് ഗോഡ്സെയുടെ മനസ്സിലുണ്ടായിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അതെന്താണ് ചിന്ത? ഇന്ത്യയെ വെട്ടിമുറിച്ചത് ഗാന്ധിജിയാണ്. ഗോഡ്സെ ഈ കാര്യം അദ്ദേഹത്തിൻ്റെ വിചാരണ കോടതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വിചാരണ കോടതിയിൽ ഏതാണ്ട് 405 രേഖകളും 105 വാദങ്ങളുമായി ഗോഡ്സെ രേഖപ്പെടുത്തിയിട്ടുള്ള ആ വാദം കോൺഗ്രസ് വെളിയിൽ കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. ആ വാദത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, ഇന്ത്യയെ വെട്ടിമുറിച്ചത് ഗാന്ധിജിയാണ്. പക്ഷെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇന്ത്യയെ വെട്ടിമുറിച്ചത് ഗാന്ധിജിയല്ല, ഇന്ത്യയെ വെട്ടിമുറിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. കാരണം ജവഹർലാൽ നെഹ്റുവിനും ജിന്നയ്ക്കും തുല്യ പ്രാധാന്യമാണ് അതിനുള്ളത്. പക്ഷെ ജിന്ന എന്ന് പറയുന്നത് ദേശീയവാദിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ്. 1905 ബംഗാൾ വിഭജനം റദ്ദാക്കാൻ വേണ്ടി ബാലഗംഗാധര തിലകന്റെ കൂടെ പോരാടിയത് ജിന്നയായിരുന്നു. അന്ന് ജിന്ന ദേശീയവാദിയായിരുന്നു. ദേശീയവാദിയായ ജിന്ന വർഗീയവാദിയായി മാറിയത് ജവഹർലാൽ നെഹ്റുവിന്റെ രംഗപ്രവേശനത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഈ ഗാന്ധിജിയുടെ വധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന ജിന്ന ഉന്നയിച്ചിട്ടുള്ള വിഭജനം എന്ന് പറയുന്നത് അത് ഗാന്ധിജി അല്ല നടത്തിയത്. ഗാന്ധിജി പറയുന്നുണ്ട്, ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നെ വെട്ടിമുറിച്ചാലും എൻ്റെ രാജ്യത്തെ വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല. 1. 2, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ലെറ്റ് ദ ജിന്ന ബി ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ഗാന്ധിജി മൗണ്ട് ബാറ്റനോട് പറയുമ്പോൾ മൗണ്ട് ബാറ്റൻ വാസ് എഗ്രീഡ്. മൗണ്ട് ബാറ്റൻ പറയുന്നു, ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ ഒരു ചെറിയ സംശയം എനിക്കുണ്ട്, കോൺഗ്രസ് നേതാക്കൾ നെഹ്റു ഇത് സമ്മതിക്കുമോ? അപ്പോൾ ഗാന്ധിജി പറയുന്നു, നെഹ്റുവിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും, കാരണം നെഹ്റു ശിഷ്യനാണ്. നിർഭാഗ്യവശാൽ ജിന്ന ഈ തീരുമാനം, ഗാന്ധിജിയുടെ തീരുമാനത്തെ ജിന്നെ അനുകൂലിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ വെളിയിൽ വന്ന് നെഹ്റുവുമായി സംസാരിക്കുമ്പോൾ അത് അംഗീകരിക്കപ്പെടുന്നില്ല. അങ്ങനെയാണ് ഗാന്ധിജി പറയുന്നത്, മഹാത്മാവെന്ന് എന്നെ വിളിക്കും, പക്ഷെ ഒരു തൂപ്പുകാരന്റെ വില പോലും. PM സുരേഷ് ബാബു, തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ശ്രീ സുരേഷ് ബാബു, വെട്ടിമുറിക്കലിന് കാരണക്കാരനായത് ആരാണോ അയാൾ വധിക്കപ്പെടാൻ അർഹനാണ്. പക്ഷെ അക്കാര്യത്തിൽ ഗോഡ്സെയ്ക്ക് ചില തെറ്റുകൾ പറ്റി. ഗോഡ്സെ ശരിക്കും കൊല്ലേണ്ടിയിരുന്നത് നെഹ്റുവിനെ തന്നെയായിരുന്നു. അതായത് അക്കാര്യത്തിൽ RSS മുഖമാസിക അല്ല, RSS തന്നെ മുന്നോട്ട് വെക്കുന്ന തത്വം അല്ലെങ്കിൽ നയം, വെട്ടിമുറിക്കാൻ കാരണക്കാരനായ അയാൾ വധിക്കപ്പെടാൻ അർഹനാണ്, അത് നെഹ്റുവാണ്, അത് ചൂണ്ടിക്കാട്ടുന്നു എന്നതാണ്. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രസക്തി എന്താണിത്? അത് വളരെ ഗൗരവത്തോടു കൂടിയതാണ്. കാലത്തിന് ചില ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്.
കാലം ചില മറുപടികളും നൽകേണ്ടതായിട്ടുണ്ട്. 2014 മെയ് മാസത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആരാണ് ഇന്ത്യ വിഭജിച്ചത് എന്നതിനെക്കുറിച്ചുള്ളൊരു ചർച്ച ഏത് ഭാഗത്തു നിന്നാണ്, ഏത് കുടില തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്ന് പ്രേക്ഷക സമൂഹം വിലയിരുത്തേണ്ടതല്ലേ? 10-60 വർഷമായി നെഹ്റു ഇന്നില്ല, മഹാത്മാഗാന്ധി ഇല്ല, കൊന്ന ഗോഡ്സെയും ഇല്ല. അവരാരും ഈ ജീവിച്ചിരിക്കാത്തൊരു കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ പശ്ചാത്തലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ അധികാരം തേടിയ RSSന്റെ ഗവൺമെന്റിന്റെ ഔദ്ധത്യത്തിന്റെയും ധിക്കാരത്തിന്റെയും ഭാഷയിലാണ് അല്ലെങ്കിൽ സാഹചര്യത്തിലാണ് എന്ന് ഭാരതീയ സമൂഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ചരിത്രം അല്ലെങ്കിൽ ദേശീയ ബിംബങ്ങളെ അപ്പാടെ ഉടച്ചു വാർത്ത് സംഘപരിവാരത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ചരിത്രത്തെ വ്യാഖ്യാനിക്കാനും അങ്ങനെ ഉണ്ടാക്കി തീർക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്ന നിലയ്ക്കാണോ ഇത്തരത്തിൽ സംഘപരിവാര ജിഹുകളൊക്കെ നെഹ്റു അടക്കമുള്ള ദേശീയ ബിംബങ്ങളെയൊക്കെ മാറ്റി ഉടച്ചു വാർത്തെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്? ചരിത്രത്തെക്കുറിച്ചുള്ള പുനർവായനകളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അത് ജനാധിപത്യത്തിൽ അത് നല്ലതാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം ഉയർന്നു വന്നിട്ടുള്ള ഈ വിവാദത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതൊരു സാംസ്കാരിക പ്രസ്ഥാനമായി സ്വയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും RSS രൂപം കൊണ്ടത് 1924 ഈ വർഷം അവരവരുടെ 90ാം ജന്മവാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഏതാണ്ട് 20-25ഓളം വർഷം ഈ രാജ്യത്ത് പ്രവർത്തിച്ച ഒരു സംഘടനയാണ് RSS. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെ പരതി നോക്കിയാലും RSSകാരനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് നമുക്ക് കാണാൻ സാധിക്കില്ല. RSSന്റെ സ്ഥാപകനായിരുന്ന BS ഹെഡ്ഗേവാർ വരെ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നത് RSSന്റെ രൂപീകരണത്തിന് മുൻപാണ്. RSS രൂപീകരിച്ചതിന് ശേഷം അതിന് സ്വന്തമായി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലും അവകാശപ്പെടാനില്ല. ആ ആളുകളാണ് ഇന്ന് രാജ്യസ്നേഹത്തിന്റെ ദേശഭക്തിയുടെ മൊത്ത കച്ചവടക്കാരായി ഇറങ്ങി വരികയും ഞങ്ങളാണ് ഈ രാജ്യത്ത് നിർമ്മിച്ചത്, ഞങ്ങളാണ് ഏറ്റവും വലിയ ദേശഭക്തർ എന്ന് സ്ഥാപിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സ്വന്തമായി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാത്തതുകൊണ്ട് RSS ഇപ്പൊ സ്വീകരിക്കുന്ന ഒരു തന്ത്രം കോൺഗ്രസ് അടക്കമുള്ള മുഖ്യധാരയിൽ ഈ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്ന പാർട്ടികളുടെ നേതാക്കന്മാരിലെ ചിലരെ അടർത്തി മാറ്റി അത് തങ്ങളുടെ കൂടി ഐഡിയോളജിക്ക് സ്വീകാര്യരാണ് എന്ന് വരുത്തി തീർത്ത് അവരെ കാവിയണിയിക്കുന്ന ഒരു സമീപനം ഒരു ഭാഗത്ത് കാണുന്നു. അതാണ് പട്ടേലിന്റെയൊക്കെ പുറകെ പോകുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം. മറുഭാഗത്ത് RSSന്റെ വളരെ കമ്മ്യൂണൽ ആയിട്ടുള്ള സെപ്പറേറ്റിസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു തീവ്ര ദേശീയ നിലപാടിനെ, ആ രാഷ്ട്രീയത്തെ വളരെ നേർക്കുനേർ നിന്ന് എതിർത്ത സോഷ്യലിസ്റ്റ് മതേതര ചിന്താഗതിയുള്ള പുരോഗമന കാഴ്ചപ്പാടുകളുള്ള നെഹ്റു പോലുള്ള നേതാക്കന്മാരെ അങ്ങേ അറ്റത്തെ ഭാഷയിൽ മോശപ്പെട്ട രീതിയിൽ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുകയാണ്. ഇത് രണ്ടും ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ശ്രീ ഗോപാലകൃഷ്ണന്റെ പുതിയ ലേഖനവും അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം കറക്റ്റ് തന്നെയാണ്. ഗാന്ധിയെ അവർക്ക് നേരിട്ട് കൊല്ലാൻ സാധിച്ചു, ശാരീരികമായി ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചു. നെഹ്റുവിനെ നേരിട്ട് അവർക്ക് അസാസിനേറ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ക്യാരക്ടർ അസാസിനേഷന്റെ പുറകെ പോകുന്നു. അതാണ് സോഷ്യൽ മീഡിയയിലടക്കം എവിടെയൊക്കെ അവസരം കിട്ടുന്നുണ്ടോ ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി നെഹ്റു ആണ് എന്ന് വരുത്തി തീർക്കാൻ. ഗോപാലകൃഷ്ണൻ, താങ്കളുടെ മറുപടി എന്താണ്? സ്വാതന്ത്ര്യത്തിന് മുൻപേ പ്രവർത്തനം തുടങ്ങിയ ഒരു സംഘടന, ആ സംഘടനയുടെ ഒരു നേതാവും ഇന്ത്യയിലെ അങ്ങേയറ്റം പ്രസിദ്ധനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയ്ക്ക് അറിയപ്പെടുന്നില്ല. ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യം വിട്ട് ഇത്ര വർഷങ്ങൾക്ക് ശേഷം തങ്ങൾക്ക് അനുകൂലമായ തരത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ആസൂത്രിതമായ ഒരു ശ്രമം നടത്തുകയാണ്. RSS നേതാക്കന്മാരുടെ പ്രസ്താവനകൾ നിലയ്ക്ക് നമുക്കറിയാം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് കളയാനുള്ളതല്ല നമ്മുടെ ശേഷി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നമുക്ക് ഇനിയും അത് ഇവിടുത്തെ ഹിന്ദുത്വ വിരുദ്ധർക്കെതിരെ സമീപനം സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവരോട് പോരാടാൻ നമുക്ക് ആ ഊർജ്ജം കരുതി വെക്കണമെന്ന് പറഞ്ഞ RSS നേതാക്കൾ, അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ല. ഇപ്പോൾ ആ പങ്കുണ്ടാക്കാൻ അവർ എന്തൊക്കെയോ എഴുതി കൂട്ടുകയാണെന്ന് ഞാൻ വളരെ കൃത്യമായി 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, RSSനെ കുറിച്ച് VT ബൽറാമിന് ഒന്നും അറിയില്ല. RSS 1924 തുടങ്ങിയ സംഘടനയല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, RSSനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം അടിസ്ഥാനരഹിതമായ കാര്യമാണ്. RSS എന്ന് പറയുന്നത് ഒരു മഹാസാംസ്കാരിക സംഘടനയാണ്, ഒരു രാഷ്ട്രീയ സംഘടനയല്ല. ഇനി RSSന്റെ വാർധാ ക്യാമ്പിൽ ഗാന്ധിജി പങ്കെടുത്ത കാര്യം അറിയാതെ പോയി മിസ്റ്റർ ബൽറാമിന്. ആദ്യമേ തന്നെ RSSനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടും വേണം ബൽറാം ഇത് പറയുവാൻ. ആ വാർധാ ക്യാമ്പിൽ വന്ന് RSSന്റെ പ്രവർത്തകരുമായി ഒന്നിച്ച് സത്യാഗ്രഹത്തിന് പോയ കാര്യം, ഡോക്ടർ ഹെഡ്ഗേവാർ സത്യാഗ്രഹത്തിന് പോയ കാര്യം, ഇതൊക്കെ തന്നെയും അദ്ദേഹം മറച്ചുവെക്കുന്നു. പിന്നെ ഞാൻ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ കാര്യം,
ക്യാരക്ടർ അസാസിനേഷൻ വാസ്തവത്തിൽ ചെയ്യുന്നത് ആരാണ്? ഗാന്ധിജിയെ വധിച്ചത് ഗോഡ്സെയാണ്. 66 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ ഗാന്ധിജിയുടെ വധത്തെ RSSന്റെ മുകളിൽ കെട്ടിവെച്ചുകൊണ്ട് വേട്ടയാടുന്നത് കോൺഗ്രസ്സുകാരാണ്. അവിടെയാണ് എന്റെ ചോദ്യം. ഈ ലേഖനം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട, ഗാന്ധിജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേഖനമാണ്. ഗാന്ധിജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ലേഖനത്തിൽ സ്വാഭാവികമായിട്ടും വരുന്നത് ഗാന്ധിജിയുടെ ഘാതകരാര് എന്നുള്ളതാണ്. ആ ഗാന്ധിജിയുടെ ഘാതകർ RSS അല്ല. ഇതാണ് ആ ഗോപാലകൃഷ്ണൻ അക്കാര്യത്തിൽ, അതായത് ഗാന്ധിജിയുടെ ഘാതകർ RSSകാരല്ല എന്ന് താങ്കൾ വാദിക്കുന്നു. RSS ആണെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകളും കാലാകാലങ്ങളായി ശ്രമിക്കുകയാണെന്നും താങ്കൾ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഗാന്ധി വധം നടത്തിയെന്ന് കോടതി കണ്ടെത്തിയ ഗോഡ്സെ അങ്ങേയറ്റം ധീരമായ നിലപാട് സ്വീകരിച്ച ആളാണ്. അദ്ദേഹം മുന്നിൽ നിന്ന് വണങ്ങിയാണ് വെടിയുതിർത്തത്. അത്രമേൽ ധീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് താങ്കൾ ഇതിൽ സമർത്ഥിക്കുന്നു. ഒപ്പം തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന കോടതി മുറിയിൽ ഘനഗംഭീരമായി ഒട്ടും ഭയമില്ലാതെ ആത്മവിശ്വാസത്തോടെ മുഴുവൻ പ്രസ്താവനയും വായിച്ചുവെന്ന നിലയ്ക്ക് ഗോഡ്സെയെ മഹത്വവൽക്കരിക്കാൻ, അല്ലെങ്കിൽ ഗോഡ്സെ എന്തോ മഹത്തായ കാര്യം ചെയ്തു എന്ന് സ്ഥാപിക്കാനാണ് എല്ലാ ഘട്ടത്തിലും ഈ ലേഖനവും RSSും എടുത്തിട്ടുള്ള സമീപനം. നിങ്ങൾക്കൊരു ബന്ധവുമില്ലെങ്കിൽ, ഗാന്ധിവധം അങ്ങേയറ്റത്തെ വലിയ തെറ്റായിരുന്നുവെങ്കിൽ അത് ചെയ്തയാളെ തുറന്ന് വിമർശിക്കാൻ, അത് പിഴവായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടാൻ മടിക്കുന്നത് എന്തേ ഇങ്ങനെ മഹത്വവൽക്കരിക്കാതെ? ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള കൊലപാതകത്തെയും അംഗീകരിക്കുവാനോ വധിച്ചതുകൊണ്ടോ ആയുധം കൊണ്ടോ എന്തെങ്കിലും കീഴ്പ്പെടുത്തുവാനോ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമല്ല RSS. ഗാന്ധിവധത്തെ എന്നും അപലപിച്ച പ്രസ്ഥാനമാണ് RSS. ഒരു കാരണവശാലും അതിനെ മഹത്വവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നാഥുറാം വിനായക് ഗോഡ്സെ ഒരു ചരിത്രപരമായ, സൈദ്ധാന്തികപരമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നാഥുറാം വിനായക ഗോഡ്സെ നേരിട്ടാണ് ഗാന്ധിജിയെ വധിച്ചത്. പക്ഷെ പിന്നിൽ നിന്ന് കുത്തിയില്ല. ഞാനതാണ് സൂചിപ്പിക്കുന്നത്. 1942 മുതൽ തന്നെ ഇന്ത്യയുടെ വിഭജനം എന്ന് പറയുന്ന കാര്യത്തിന് ബ്രിട്ടീഷുകാർക്ക് കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം മാഡം ചിയാം കൈഷക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ ചർച്ചിലും അടക്കമുള്ള ആളുകൾ, അതിലെ മാഡം ചിയാങ് കൈഷക്ക് വളരെ കൃത്യമായി ജവഹർലാൽ നെഹ്റുവിനെ ഈ കാര്യം അറിയിച്ചിരുന്നു. ഇത് ബി ഗോപാലകൃഷ്ണന്റെ കണ്ടെത്തൽ മാത്രമല്ലല്ലോ, ഇത് RSS അല്ല പറഞ്ഞത്. രാം മനോഹർ ലോഹ്യ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ, സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതിയ നിരവധി ആളുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. 1942 മാഡം ചിയാങ് കൈഷക്ക് നെഹ്റുവിന് അയച്ച കത്തിൽ പറയുന്നത്, ചൈനയുമായി ഇന്ത്യക്ക് വലിയ ബന്ധമുണ്ട്, അതുകൊണ്ട് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ അനുവദിക്കരുത്, അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾ ഗാന്ധിജിയെ അറിയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ സുരേഷ് ബാബു, ഇക്കാര്യത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ചരിത്രരേഖകൾ, അതായത് രാം മനോഹർ ലോഹ്യയുടെ ജീവചരിത്രം അല്ലെങ്കിൽ ഗാന്ധിജിയുടെ കത്തുകൾ എന്ന പേരിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ, ഇതിലൊക്കെ നെഹ്റു വിഭിന്നമായ നിലപാട് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധിക്കുണ്ടായിരുന്ന നിലപാട് എന്തായിരുന്നോ അത് അപ്രസക്തമാക്കാൻ അത്തരം ചർച്ചകളിൽ നിന്ന് ഗാന്ധിയെ പുറത്തു നിർത്താൻ അദ്ദേഹം മനഃപൂർവ്വമായി ശ്രമിച്ചു. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനെ മഹാത്മാവെന്ന് വിളിക്കുന്നു, അവർ പക്ഷേ എനിക്കൊരു തൂപ്പുകാരൻ്റെ വില പോലും നൽകുന്നില്ല എന്ന തരത്തിലുള്ള ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പുസ്തകങ്ങൾ വന്നിട്ടുള്ള വിവരങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നെഹ്റു അക്കാര്യത്തിൽ വിഭിന്നമായ നിലപാട് ഇന്ത്യ ഐക്യത്തോടെ നിൽക്കണമെന്ന കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് ഗോഡ്സെയുടെ ഉദ്ദേശം എന്തായിരുന്നോ ആ ഉദ്ദേശം നടപ്പിലാക്കപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹത്തിന് ലക്ഷ്യം തെറ്റിപ്പോയി എന്ന് വ്യാഖ്യാനിക്കുന്നത് ഗോപാലകൃഷ്ണൻ. ശ്രീ ഗോപാലകൃഷ്ണൻ വക്കീല് കേരളീയ സമൂഹത്തിനോട് ലേഖനത്തിലൂടെയും ചാനലുകളിലൂടെ പ്രേക്ഷക സമൂഹത്തോടും സംവേദിക്കുമ്പോൾ ഇത്രയും പമ്പര വിഡ്ഢികളോടാണ് താൻ സംസാരിക്കുന്നത് എന്ന രൂപത്തിൽ അദ്ദേഹം പെരുമാറരുത്. ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ ലേഖനത്തിന്റെ ഓരോ വരികളും ഗോഡ്സെയോട് കാണിക്കുന്ന ആ ഒരു മഹത്വവൽക്കരണത്തിന്റെ പ്രതീകം ഭാരതീയ സമൂഹത്തെ മൊത്തത്തിൽ അപമാനിക്കുന്നതിന് തുല്യമാണ്. രാജ്യം തങ്ങളുടെ സ്വത്തുപോലെ, പൊതുസ്വത്തുപോലെ സ്വീകരിച്ച മഹാത്മാഗാന്ധിയെ മുന്നിൽ നിന്ന് വെടിവെക്കാൻ ധൈര്യം കാണിച്ചു എന്ന് ഗോഡ്സെയെ ന്യായീകരിക്കുമ്പോൾ അത് ഉന്നം വെക്കേണ്ടിയിരുന്നത് നെഹ്റുവിനെയായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ RSS യാതൊരു തരത്തിലുള്ള കൊലപാതകത്തിനും അംഗീകാരം കൊടുക്കുന്ന പാർട്ടിയല്ല എന്ന് തിരിച്ചും പറയുന്നത് ഏത് ജനങ്ങളെ വിശ്വസിപ്പിക്കാനാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു വശത്ത് നിൽക്കുമ്പോൾ എന്താണ് ഇപ്പോൾ അതിന്റെ റിലവൻസ്? ഇപ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനോ കോൺഗ്രസ് നേതാവോ RSS ആണ് ഈ മഹാത്മാഗാന്ധിയുടെ വധത്തിന്റെ പിന്നിൽ എന്ന് ആനുകാലികമായി പ്രസ്താവിച്ചിട്ടില്ല. ഒരു തരത്തിലും ഒരു പ്രകോപനമില്ലാതെ ഇത്തരം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്, ഇത്തരം ലേഖനങ്ങൾ പ്രചരിപ്പിക്കുന്നത് RSSന്റെ, ബജ്രംഗ് ദളിന്റെ
അതുപോലെ തന്നെയുള്ള ഈ ഹിന്ദു ഫാസിസ്റ്റ് ഓർഗനൈസേഷനുകൾ ഇന്ത്യ രാജ്യം ഇത്രയും കാലം സ്നേഹിച്ച മഹാത്മാക്കളായ നേതാക്കന്മാരെ വില കുറച്ച് കാണിച്ച് ഒരു പുതിയ രാഷ്ട്രീയം, ശ്രീ നരേന്ദ്രമോദിയുടെ പുതിയൊരു രാഷ്ട്രീയം ഭാരത സംഹിതയിൽ എഴുതി ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കാൻ ഭാരതീയർക്ക് കഴിയും. ഗോപാലകൃഷ്ണൻ വക്കീല് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ വിഡ്ഢിയാക്കി കളയാം. അതായത് പ്രത്യേകിച്ച് സമകാലിക പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും RSS മുഖമാസികയിൽ ഇങ്ങനെ ഒരു ലേഖനം വരുന്നു, അല്ലെങ്കിൽ മോദി സർദാർ വല്ലഭായ് പട്ടേലിന്റെ വലിയ പ്രതിമയുണ്ടാക്കാൻ പോകുന്നു, നെഹ്റു കുടുംബത്തിന് കിട്ടുന്ന അറ്റൻഷൻ കുറച്ച് സർദാർ വല്ലഭായ് പട്ടേലിലേക്ക് ചരിത്രത്തിലെ പ്രാധാന്യം കൊണ്ടുവരിക, കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. അതിന് അങ്ങനെ ചരിത്രത്തിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് സഞ്ചരിച്ച നേതാക്കൾക്ക് രാഷ്ട്രത്തിലുള്ള വലിയ പ്രാധാന്യം ഇല്ലാതാക്കി സംഘപരിവാര താല്പര്യം ചരിത്രത്തിനൊപ്പം ചേർത്ത് നിർത്തുക എന്ന അജണ്ടയുടെ ഭാഗമാണോ? പ്രത്യേകിച്ച് സമകാലിക പ്രാധാന്യമല്ല ഒന്നുമില്ലാതിരുന്നിട്ടും ഇത്തരം ലേഖനങ്ങളൊക്കെ RSSന്റെ ജുഹയിലൂടെ പുറത്തു വരുന്നത്? RSSന്റെ എല്ലാ കാലത്തെയും ആരോപണങ്ങളാണ് ഇത്. ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ എനിക്ക് RSSനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ഏകപക്ഷീയമായി വിധി എഴുതുകയാണ്. ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ 10-15 വർഷമായി നേരിട്ട് പരിചയമുള്ള ആളാണ്. ഞങ്ങൾ പലതവണ ഫോണിലും നേരിട്ടുമൊക്കെ സംസാരിച്ചിട്ടുള്ള ആളാണ്. RSSുമായി, അതിന്റെ പ്രവർത്തനവുമായി, അതിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, അതിന്റെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള സംവാദത്തിനും ഞാൻ RSSലെ ഏത് നേതാവുമായും തയ്യാറാണ്. ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വെല്ലുവിളിയാണെങ്കിൽ ആ അർത്ഥം വരെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇവിടെ എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ എനിക്ക് പറയാനൊരു അവസരം വേണം. ഒന്ന്, ഇവിടെ പോലെ ഇന്ത്യ വിഭജനത്തിന് ആരാണ് ഉത്തരവാദി? ഇവിടെ ഗോപാലകൃഷ്ണൻ പകുതി മാത്രമേ പറയുന്നുള്ളൂ, ജിന്നയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ജിന്ന 1940-കളിലാണ് ഈ പറയുന്ന ദുരാഷ്ട്രവാദം എന്ന് പറയുന്ന ആശയം ഉയർത്തിയത്. അതിനും എത്രയോ മുമ്പ് ആദ്യമായി ഈ ആശയം ഉയർത്തിയത് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 രാഷ്ട്രമാണ്, ഇവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള വാദം ആദ്യമായി ഉയർത്തിയത് ഇന്ന് സംഘപരിവാറിന്റെ ഏറ്റവും ആയിട്ടുള്ള അതിനൊരു വലിയ അധികാരിയുടെ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്ന VD സവർക്കറാണ്. ആ സവർക്കറുടെ ഹിന്ദു മഹാസഭയിലെ അംഗമായിരുന്നു ഈ പറയുന്ന ഗോഡ്സെ. RSS പറയുന്നു ഇപ്പൊ ഞങ്ങളല്ല, അല്ലെങ്കിൽ ഗോഡ്സെ RSSകാരനല്ല എന്ന് പറയുന്നു. ഇവരുടെ വെറും തന്ത്രം മാത്രമാണ്. കാരണം RSSന് ഒരു കാലത്തും അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഇല്ല. ആരൊക്കെയാണ് RSSൽ അംഗങ്ങൾ, ആരൊക്കെയാണ് പുറത്തുള്ളത് എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു മാർഗവും ആർക്കുമില്ല. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ പിടിക്കപ്പെടുന്ന ആളുകൾ, സംജോത എക്സ്പ്രസ് വരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കലാപം, അപ്പൊ അതിൽ പെടുന്ന ആളുകളെ, പിടിക്കപ്പെടുന്ന ആളുകളെ ഇവർ ഞങ്ങളുടെ ആളുകളല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന സമീപനമാണ് എന്ന് RSS സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇതേ ഗോഡ്സെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനടക്കമുള്ള ആളുകൾ പറയുന്നു, ഞങ്ങൾ RSSകാരാണ്, ഞങ്ങളുടെ സ്വപ്നത്തിൽ രൂപപ്പെടുത്തിയത് RSS ആണ്, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ RSS ആണ്, പുറത്ത് ഞങ്ങളുടെ 2ാമത്തെ വീടാണ് സംഘകുടുംബം എന്ന് പറഞ്ഞിട്ടാണ് ഗോഡ്സെയും സഹോദരന്മാരും പരസ്യമായി മൊഴി നൽകിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഗോഡ്സെമാരെ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് RSS. അതിന്റെ അംഗത്വം എന്നുള്ളത് വെറും സാങ്കേതികം മാത്രമാണ്. അതുകൊണ്ട് ഗോഡ്സെ എന്ന് പറയുന്ന RSSന്റെ ഐഡിയോളജിയിൽ വിശ്വസിച്ച ഒരു വ്യക്തിയാണ്. അവരുടെ സവർണ ഹിന്ദു രാഷ്ട്രീയ ഫാഷിസ്റ്റ് ചിന്താധാരയ്ക്കൊപ്പം നിന്ന ഒരു വ്യക്തിയാണ്. മഹാത്മാഗാന്ധിയുടെ ഘാതകൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം മാത്രം. ഏത് അറേബ്യയിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ട് കൈ കഴുകാൻ ശ്രമിച്ചാലും ആ പാപക്കറയിൽ നിന്ന്, പിതൃഹത്യയുടെ പാപക്കറയിൽ നിന്ന് RSSന് ഒഴിഞ്ഞു മാറാൻ പറ്റും. രണ്ടാമത്തെ വിഭജനത്തെ കുറിച്ച് പറയുന്നു. എന്തായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ RSSന്റെ റോള് എന്നുള്ള ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നെഹ്റുവും കോൺഗ്രസും ചെയ്തത് ഇന്ത്യയെ 2ആയി വെട്ടിമുറുക്കിയിരുന്നോ, അതോ 560ഓളം കഷ്ണങ്ങളായി ചിതറിക്കിടന്നിരുന്ന, നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്നിരുന്ന ഒരു ഇന്ത്യയെ ഒന്നാക്കുകയായിരുന്നു, അല്ലെങ്കിൽ 1-2 ആക്കുകയായിരുന്നുള്ള ചോദ്യമുണ്ട്. ഈ നാട്ടുരാജ്യങ്ങളിലൊക്കെ അതത് സ്ഥലത്തെ നാട്ടുപ്രമാണിമാരായിട്ടുള്ള രാജാക്കന്മാർക്ക് പിന്തുണയുമായി നിൽക്കുന്ന സമീപനമായിരുന്നു RSSും അവരുടെ സവർണ രാഷ്ട്രീയവും എന്ന് സ്വീകരിച്ചിരുന്നത്. അവർ ഒരു കാലത്തും കേരളത്തിൽ നമുക്കറിയാം, നമുക്ക് ഉത്തരവാദ പ്രക്ഷോഭം നടന്നു, മറ്റൊരുപാട് പ്രക്ഷോഭങ്ങൾ. അങ്ങനെ ഇന്ത്യ എന്ന ഭൂമിശാസ്ത്രപരമായ ഒരു സംജ്ഞയെ ഒറ്റയാക്കാൻ ഉള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിയെന്ന് അദ്ദേഹം പറയുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. സവർക്കറുടെ ഹിന്ദു മഹാസഭയിലെ അംഗമായിരുന്നു. RSSുമായി അങ്ങേയറ്റത്തെ അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്ന ആരായിരുന്നു ഗോഡ്സെ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കേസരിയിലെ അവസാനത്തെ ലേഖനത്തിൽ പോലും ഗോഡ്സെയെ തള്ളിപ്പറയാൻ കഴിയാത്തത്, ഗോഡ്സെയെ മഹത്വവൽക്കരിക്കേണ്ടി വരുന്നത്. 2, നിങ്ങളിപ്പോൾ വലിയ നേതാവായി ആദ്യത്തെ പ്രധാനമന്ത്രി ആളായിരുന്നു എന്നൊക്കെ പറയുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടല്ലോ, ആ വല്ലഭായ് പട്ടേൽ ഇന്ത്യ വിഭജനത്തിന് ശ്രദ്ധേയമായ പങ്കാളിത്തം വഹിച്ച ആളാണെന്ന് നിങ്ങളുടെ തന്നെ ഒരു കാലം വരെയുള്ള പ്രമുഖനായ നേതാവായിരുന്ന ജസ്വന്ത് സിംഗിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത്തരം പുസ്തകങ്ങളുടെയും ഓർമ്മക്കുറിപ്പുകളുടെയും പരിശോധനാ ഫലങ്ങളുടെയും ഒക്കെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു നിലപാട് സ്വീകരിക്കേണ്ടതെങ്കിൽ ജസ്വന്ത് സിംഗ് 5 വർഷം കൊണ്ട് റിസർച്ച് നടത്തി കണ്ടെത്തിയ ഒരു പുസ്തകം,
അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നു സർദാർ വല്ലഭായ് പട്ടേലും വളരെ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ നടത്തി ഇന്ത്യ വിഭജനത്തിനെന്ന്. അതേക്കുറിച്ച് എന്തേ RSSന്റെ അഭിപ്രായം? ഞാൻ ഈ കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് ശ്രീ VT ബൽറാമിനെ ക്ഷണിക്കുകയാണ്. കേസരിയിൽ തന്നെ അദ്ദേഹം ഒരു ലേഖനം എഴുതട്ടെ. ആ സംവാദത്തിന്, RSSുമായുള്ള സംവാദത്തിനും ഗാന്ധി മതവുമായുള്ള സംവാദത്തിനും കേസരിയിൽ തന്നെ അദ്ദേഹം ഒരു ലേഖനം എഴുതട്ടെ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. RSSന് ഗാന്ധിമതമായി ബന്ധമുണ്ടോ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുണ്ടോ, എവിടെ വേണേലും വെക്കട്ടെ. ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാ. ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു ഫാസിസ്റ്റ് മനോഭാവമില്ല. കേസരി പോലും അത് പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ തയ്യാറാ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഗാന്ധിവധത്തിന്റെ പേരിൽ, പിതൃഹത്യയുടെ പേരിൽ കൈ കഴുകാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ കൈ കഴുകേണ്ടത് ആരാന്നറിയോ? കോൺഗ്രസ്സുകാരാണ്. കൈ കഴുകി രക്ഷപ്പെട്ടത് കോൺഗ്രസ്സുകാരാ. ഞാൻ ചോദിക്കട്ടെ, ഗാന്ധിജിയുമായിട്ട് ഈ കോൺഗ്രസിന് എന്ത് ബന്ധമാണ് ഉള്ളത്? അന്നത്തെ കോൺഗ്രസ് ആണോ ഇന്നുള്ള കോൺഗ്രസ്? അന്നത്തെ കോൺഗ്രസിനെ പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി പറഞ്ഞില്ലേ? ആ കോൺഗ്രസും ഈ കോൺഗ്രസും ബന്ധമില്ല. ഒന്ന്. രണ്ട്, ഗാന്ധിജിയുടെ പേര് എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത്? ഗാന്ധിയും ഈ ഇന്നത്തെ ഗാന്ധിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? സോണിയാഗാന്ധിയും മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധവുമില്ല. ഗാന്ധിയുടെ പേര്, ഗാന്ധിയുടെ തൊപ്പി, ഗാന്ധിയുടെ ഖദർ, ഇത് മാത്രമാണ് അവർക്ക് ആവശ്യം. അവർക്ക് ഗാന്ധിയെ വേണ്ട, ഗാന്ധിജിയുടെ ചിന്ത വേണ്ട. അതുകൊണ്ടാണല്ലോ 1963 ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞത്, ഐ ഹാവ് ഡൺ എ മിസ്റ്റേക്ക്, ഐ സിംപ്ലി ഫോർഗെറ്റ് ഗാന്ധി എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ചരിത്രങ്ങൾ, ആ കിടക്കുന്ന ചരിത്രങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു ചരിത്ര വിദ്യാർത്ഥി ശ്രമിക്കും. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്. സൈദ്ധാന്തിക തലത്തിലാണ് ഈ ചർച്ച നടക്കേണ്ടത്. അല്ലാതെ ആയുധം ഉപയോഗിച്ച് ആരെങ്കിലും കൊല്ലാനല്ല. ജവഹർലാൽ നെഹ്റുവിനെ കൊല്ലണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് തെറ്റ് ചെയ്തു പോയി ഗോഡ്സെ. പക്ഷേ ഗോഡ്സെ തെറ്റ് ചെയ്തു പോയത് എന്തുകൊണ്ടാ? ഇന്ത്യയുടെ വിഭജനത്തിന് കാരണക്കാരൻ ഗാന്ധിജിയാണ് എന്നുള്ള കാരണം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ കാരണക്കാരൻ ജവഹർലാൽ നെഹ്റുവാ. ഞാൻ അടിയുറച്ചു പറയുന്നു, ജവഹർലാൽ നെഹ്റുവാണ്. പിന്നെ നെഹ്റുവിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് നെഹ്റു എന്ന് പറയുന്ന ബിംബം, ആ ബിംബം ഇന്ത്യയുടെ പൂർണ്ണമാണ് എന്ന് കോൺഗ്രസിന് പറയാം. അങ്ങനെ മഹത്വവൽക്കരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. എന്തുകൊണ്ട് ഈ ചർച്ച ഇപ്പോൾ സുരേഷ് ബാബു ഇക്കാര്യത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്, അതായത് നമ്മൾ ആലോചിക്കണം, മഹാത്മാഗാന്ധിയുടെ ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൈതൃകം അവകാശപ്പെടാൻ കോൺഗ്രസിന് എന്ത് അധികാരം, അവകാശമെന്ന് ചോദിക്കുകയാണ് ഒരു BJPയുടെ അല്ലെങ്കിൽ RSSന്റെ നേതാവ്. വളരെ പ്രസക്തമായ കാര്യമാണ്. എങ്കിൽ കൂടിയും ഇപ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന പേര് ശരിയായി ഉച്ചരിക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിക്ക് ഊർജ്ജം പകരുന്ന സംഘടനയുടെ മുഖമാസികയിൽ വരുന്ന ലേഖനത്തിൽ അദ്ദേഹത്തെ വധിച്ച ഗോഡ്സെ വളരെ ആദർശവാനായ ധീരനായ മനുഷ്യനായി ചിത്രീകരിക്കപ്പെടുന്നു. പിന്നെ ഗാന്ധിജി ഇവിടെ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ ഞാൻ പരിശ്രമിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി. വിരോധാഭാസം വലിയ തോതിൽ കാണുന്നുണ്ടോ ഗാന്ധി സമീപനത്തിൽ, ഇപ്പോൾ സംഘപരിവാറിൻ്റെ സമീപനത്തിൽ? ഇത് ഞാൻ ശ്രീ ഗോപാലകൃഷ്ണൻ വക്കീലിൻ്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടി ഉന്നത നിലവാരത്തിലുള്ള ഒരു ആശയ പ്രകടനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ തികച്ചും എന്നെ അക്കാര്യത്തിൽ എനിക്ക് നിരാശയാണ്. ഇവിടെ ഒരു ആവശ്യവുമില്ലാതെ പലതും പുതുതായി വലിച്ചു കൊണ്ടുവരികയാണ്. മഹാത്മാഗാന്ധിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള എന്ത് ബന്ധമാണെന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ഒരു അർത്ഥശൂന്യതയെക്കുറിച്ച് പ്രേക്ഷകർ മനസ്സിലാക്കുകയില്ലേ? അവരത് വിലയിരുത്തുകയില്ലേ? ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴാവശ്യം നരേന്ദ്രമോദിക്ക് ആവശ്യമുള്ളത് അവർ വിദ്യാഭ്യാസ രംഗത്തിലൂടെയും വിദ്യാഭ്യാസ കരിക്കുലത്തിലൂടെയും ഒക്കെ ഇന്ത്യ രാജ്യത്തിന് സ്ഥായി ഭാവം നേടിയ നേതാക്കന്മാരെ വില കുറച്ച് കാണിച്ചുകൊണ്ട് അതെല്ലാം ഒരു ഹൈന്ദവ ഫാസിസത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്, അല്ലെങ്കിൽ വരുത്തേണ്ടത് എന്ന ചിന്തയുടെ ഭാഗമായി പരസ്പര വിരുദ്ധമായ, പൊരുത്തമില്ലാത്ത ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഒരു വശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വശത്ത് മഹാത്മാഗാന്ധിയെ മഹത്വവൽക്കരിക്കാൻ ശ്രീ നരേന്ദ്രമോദി ഒരു ഭാഗത്ത് ശ്രമം നടത്തുമ്പോൾ തന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ മര്യാദയ്ക്ക് പേരുച്ചരിക്കാൻ പോലും തയ്യാറാകാത്തത് അത് അറിയായ്മ കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബിഗ് ഷോ ഇന്ന് പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ. നമസ്കാരം.